ജൂൺ 6 ആയിരുന്നു വൈഗയുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് തന്നെ അതേ ഡേറ്റിൽ വൈകുന്നേരം അല്ല, ഒരു ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ നാട്ടിലോട്ട് വരാനായിട്ടുള്ള പ്ലാനും. അപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിരുന്നത് ഞങ്ങൾ കേട്ടോ. പക്ഷെ തലേന്ന് അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന കേട്ടിട്ടാണ് വിച്ചു പെട്ടെന്ന് വേണ്ട, നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് കുറച്ച് അവിടെ അടുത്തുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരിയാ, കുഞ്ഞുങ്ങളല്ലേ, അപ്പം കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോൾ ഇതിനോടുള്ള ഒരു ഇതൊക്കെ അങ്ങ് മാറും. ഇപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ചു. ഇവിടെ എല്ലാ സെലിബ്രേഷൻസും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ രാത്രിയിൽ അവർ പാർട്ടിയെല്ലാം നടത്തുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലെ ആർക്കെങ്കിലും ലീവ് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള സമയത്ത് അത് ഉച്ച കഴിഞ്ഞോ അല്ലെങ്കിൽ രാവിലെയോ അങ്ങനെയൊക്കെ ആക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്ന് ഒരു 11 മണി ആ ഒരു ടൈമിലത്തേക്ക് ചെറിയൊരു സെലിബ്രേഷൻ അവളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു സെലിബ്രേഷൻ നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ പൊട്ടിക്കാണ് കേട്ടോ. കണ്ടോ, കുറേ വേസ്റ്റ് കൊണ്ട് കളയാനുണ്ട് ഞങ്ങൾക്ക്. ഇത് 6 ജൂണിനാണ് കേട്ടോ. അപ്പം ആ ദിവസം തന്നെ നമുക്കൊരു വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം, നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ. ഭയങ്കര ടാസ്ക് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് പോയി ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. വിച്ചു അവിടെ ഇല്ലായിരുന്നു കേട്ടോ. വിച്ചു ജസ്റ്റ് ആ സമയത്ത് വിച്ചുന് ഓഫീസിൽ ഉണ്ടായിരുന്നു, കാരണം ഉച്ച സമയമല്ലേ, അപ്പം വരാൻ പറ്റത്തില്ല. അപ്പോൾ പാർട്ടി ടൈമിലൊന്നും വിച്ചു ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡൽഹിയിലോട്ട് പോയി. അപ്പോൾ നമുക്ക് വെളുപ്പിനെയാണ് ട്രെയിൻ. അങ്ങനെ നമ്മൾ ലോഞ്ചിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. വൈക, നീ ഇപ്പം നെയിൽ പോളിഷ് ഇട്ടോ? അതിൻ്റെയാണ് സ്മെല്ല് ഇവിടെ വന്നത്? സീരിയസ്ലി? അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെയിൽ പോളിഷിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ അടുത്ത് ആരെങ്കിലും ആയിരിക്കുന്നു. എൻ്റെ മോൾ ആ പരിപാടി ചെയ്തത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് അവസാനം അത് എവിടെയെങ്കിലുമൊക്കെ തൊട്ട് അതെല്ലാം മാഞ്ഞു പോകും, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ അപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ രാജധാനിയിലാണ് കേട്ടോ പോകുന്നത്. എന്തോ ഇവർ തമ്മിലാണ് കേട്ടോ കമ്പനി. ഫോട്ടോയാണെന്ന് വെച്ചിട്ട് പോസ്റ്റ് ചെയ്തതാണ്. ഏതാ കണ്ടോ, ഒരുക്കി വെച്ചേക്കുന്നത്. നല്ല ചുന്ദര കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വൈക. അതിനകത്തുണ്ട്, ഉണ്ടടാ. വൈകി ട്രെയിനിൽ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ട്, കുട്ടി ഫ്രണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഇനി ഇവിടുത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.